ഹായ് ഫ്രണ്ട്സ്, ഞാൻ ജാസ്മിൻ. വെൽക്കം ബാക്ക് ടു ജാസ് വേൾഡ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞു ടെറേറിയവും കോക്കനട്ട് ഷെല്ലും കൊണ്ടുള്ള ഒരു മോസ് ഗാർഡനുമാണ്. ഇതിൽ വെക്കാൻ പറ്റുന്ന പ്ലാന്റ്സ് ഒക്കെ തന്നെ നമ്മുടെ വീടിന് ചുറ്റുമുള്ള പറമ്പിൽ നിന്നൊക്കെ തന്നെ നമുക്ക് കളക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. മഴക്കാലം ആയതുകൊണ്ട് തന്നെ ഇതുപോലുള്ള ചെറിയ ചെടികളും പായലും ഒക്കെ നമുക്ക് എളുപ്പത്തിൽ കിട്ടും. അതുപോലുള്ള കുഞ്ഞു പ്ലാന്റ്സ് ഒക്കെ കളക്ട് ചെയ്യാണ് ഞാനിപ്പോൾ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ടെറേറിയം ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ടെറേറിയം ഉണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് നോക്കാം. നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഒരു ചില്ല് ഗ്ലാസ് ആണ്, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ചില്ല് കുപ്പിയാണെങ്കിലും മതി. പിന്നെ വേണ്ടത് കല്ലുകളാണ്. നമുക്ക് വീട്ടിൽ നിന്ന് കിട്ടുന്ന കല്ലുകൾ ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഒരു കളറിന് വേണ്ടിയിട്ടാണ് പല കളർ കല്ലുകൾ യൂസ് ചെയ്യുന്നത്. പിന്നെ വേണ്ടത് ചെടി നടാൻ വേണ്ടിയിട്ട് മണ്ണ്. പിന്നെ വേണ്ടത് ചെടികളാണ്. നമ്മളിപ്പം ഏത് തരം ചെടികൾ ഉപയോഗിച്ചാലും കുഴപ്പമില്ല. ഞാൻ വളരെ ചെറിയതായിട്ടുള്ള ഇതിനകത്ത് വെക്കാൻ പറ്റുന്ന ചെടികളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് പൂക്കളുള്ള ചെടികളോ അങ്ങനെ ഇതിൻ്റെ അകത്ത് ചെറിയ രീതിയിൽ അലങ്കരിക്കാൻ പറ്റുന്ന ഏത് തരം ചെടികളോ ഉപയോഗിക്കാം. പിന്നെ വേണ്ടത് കുറച്ച് പായൽ. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഗ്ലാസ്സിലേക്ക് നമ്മൾ ഈ പെബിൾസ് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ വെള്ളക്കല്ലുകളാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നമുക്കൊരു തിക്ക് ലെയറായിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കണം. ഇതൊരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് ഈ കളർ കല്ലൊക്കെ ഉപയോഗിക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ കിട്ടുന്ന കല്ലുകൾ വെച്ചാണെങ്കിലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതിൻ്റെ മുകളിലായിട്ട് പല കളറിലുള്ള കല്ലുകളാണ് സെറ്റ് ചെയ്യുന്നത്. അതും ഇതുപോലെ ഒരു ലെയർ കംപ്ലീറ്റ് ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ മുകളിലാണ് നമ്മൾ മണ്ണിടുന്നത്. മണ്ണും ഇതുപോലെ തന്നെ ഒരു തിക്ക് ലെയറായിട്ട് സെറ്റ് ചെയ്തെടുക്കുക. മണ്ണും നല്ല രീതിയിൽ സെറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ചെറിയ ചെടികൾ വെച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഞാൻ കളക്ട് ചെയ്തിരിക്കുന്ന കുഞ്ഞു ചെടികളാണ് ഇതിൻ്റെ അകത്ത് വെക്കുന്നത്. ഇതിൻ്റെ അകത്ത് ചെടികളും പായലും വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ സെറ്റ് ചെയ്തെടുക്കണം. ഇതിനൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഒരു രൂപ പോലും ചിലവില്ലാത്ത രീതിയിൽ നമുക്ക് നല്ല ഭംഗിയായിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. നമുക്ക് കടകളിൽ നിന്നും ഒരു സാധനവും നമുക്ക് വാങ്ങിക്കേണ്ടി വരില്ല. നമുക്ക് ചുറ്റിലുമുള്ള ചെറിയ ചെറിയ ചെടികളും പായലും ഉപയോഗിച്ച് മാത്രം നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. മഴക്കാലം ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇതെല്ലാം കിട്ടാൻ വളരെ ഈസിയുമായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്ഥലത്തുള്ള ഏറ്റവും നല്ല ചെടികൾ നോക്കി നിങ്ങൾ ഇതിനകത്ത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഭംഗിയുള്ള കുഞ്ഞു ടെറേറിയം റെഡി ആയിരിക്കുകയാണ്. ഏത് ചെറിയ കുപ്പിയിലാണെങ്കിലും വലിയ കുപ്പിയിലാണെങ്കിലും നമുക്ക് കിട്ടുന്ന ചെടികൾ ഉപയോഗിച്ച് നമുക്കിതുപോലെ നല്ല ഭംഗിയായിട്ടുള്ളൊരു ടെറേറിയം ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കോക്കനട്ട് ഷെല്ല് കൊണ്ടുള്ള ഒരു മോസ് ഗാർഡൻ ആണ്. അതിന് നമ്മൾ എടുത്തിരിക്കുന്ന ഒരു കോക്കനട്ട് ഷെല്ലിൻ്റെ പകുതിയാണ്. ഇതിൻ്റെ പുറം ഭാഗമൊക്കെ നന്നായിട്ട് നമുക്ക് തേച്ചിട്ട് വേണം ഇതെടുക്കാനായിട്ടെങ്കിൽ മാത്രമേ നല്ലൊരു ഫിനിഷിങ് ഉണ്ടാവുള്ളൂ. ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് വാർണിഷ് തേച്ചും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ആദ്യം നമ്മൾ ചെയ്യാനുള്ളത് ഈ ചിരട്ടയ്ക്കകത്തോട്ട് കംപ്ലീറ്റ് ആയിട്ട് മണ്ണിട്ട് നല്ലതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിലേക്ക് പ്ലാന്റ്സുകൾ വെച്ച് കൊടുക്കുകയാണ്. ഇത് നമ്മൾ ആ ടെറേറിയത്തിൽ വെച്ച പോലെ തന്നെ പ്ലാന്റ്സ് ആണ്, കുറച്ചും കൂടെ വലിപ്പമുള്ള പ്ലാന്റ്സ്. അപ്പം നിങ്ങളുടെ കയ്യിലുള്ള ചിരട്ട എത്രത്തോളം വലിപ്പമുണ്ടോ അതിനനുസരിച്ച് വേണം ചെടികൾ വെച്ച് കൊടുക്കാൻ. ചെടികൾ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കൂടുതലും മഴക്കാലത്ത് കാണുന്ന ചെടികളായിരിക്കണം വെക്കേണ്ടത്. കാരണം നമ്മൾ മോസ് ഗാർഡൻ ഉണ്ടാക്കുമ്പം പായലിനോട് അനുബന്ധമായിട്ടുള്ള ചെടികളാണ് വെച്ച് കൊടുക്കുക. അപ്പം നമുക്ക് ദിവസവും വെള്ളം സ്പ്രേ ചെയ്യുമ്പം അത് അതിൻ്റേതായ ഒരു അറ്റ്മോസ്ഫിയറിലിരുന്ന് നല്ല ഭംഗിയായിട്ട് വളരും.
ഇപ്പോൾ നമ്മൾ ചിരട്ടയിലേക്ക് പായലെല്ലാം വെച്ച് നല്ല ഭംഗിയാക്കി എടുത്തിരിക്കുകയാണ്. കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പായൽ വെച്ചും അലങ്കരിക്കാം. ഇപ്പം ഞാൻ ചെയ്തിരിക്കുന്നത് കുറച്ച് ഭാഗത്ത് ഞാൻ വെള്ള കല്ലുകൾ വെച്ച് കൊടുക്കുന്നുണ്ട്. അതൊരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ്. നിങ്ങൾക്ക് പായൽ കിട്ടുന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് നമുക്ക് പായൽ തന്നെ വെച്ചിട്ടും അലങ്കരിച്ചെടുക്കാം. ഞാനൊരു ഭംഗിക്ക് വേണ്ടി കുറച്ച് വെള്ളക്കല്ലുകളും കുറച്ച് കളർ കല്ലുകളും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കോക്കനട്ട് ഷെല്ലിൻ്റെ മോസ് ഗാർഡനും റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്കിത് എല്ലാ ദിവസവും വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണം. പായലായതുകൊണ്ട് ദിവസവും നനഞ്ഞില്ലെന്നുണ്ടെങ്കിൽ ഇത് ഉണങ്ങിപ്പോവും. അപ്പോൾ ഇതിൻ്റെ ഭംഗി അതുപോലെ തന്നെ നിലനിർത്താൻ വേണ്ടി നമ്മൾ എല്ലാ ദിവസവും വെള്ളം സ്പ്രേ ചെയ്യണം. എപ്പോഴാണോ ചെടി ഡ്രൈ ആയി എന്ന് തോന്നുന്നത് ആ സമയത്തെല്ലാം നമ്മൾ ജസ്റ്റ് ഒന്ന് വെള്ളം സ്പ്രേ ചെയ്താൽ ഒരുപാട് കാലം ഇതുപോലെ തന്നെ ഭംഗിയായിട്ടിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ട്. ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ അടുത്ത വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ തന്നെ കാണാനും പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.